പൂരാഘോഷത്തിൽ തൃശൂർ. പൂരപ്രേമികൾക്ക് ആവേശമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യം. ചെമ്പടമേളത്തിന്റെ അകമ്പടിയോടെ സർവാഭരണ വിഭൂഷിതയായി എഴുന്നള്ളി പാറമേക്കാവ് ഭഗവതി. ഇലഞ്ഞിത്തറ മേളം 2:30-ഓടെ. വൈകിട്ട് കുടമാറ്റം 15 മിനിറ്റ് മാത്രം. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് വീണ്ടും മരണം. മരിച്ചത് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി 65 വയസ്സുകാരി നബീസ. കൊല്ലത്തും എറണാകുളത്തുമായി 2 പേർക്ക് പാമ്പുകടിയേറ്റു. ചൂടിന് ശമനമില്ല. 3 പേർക്ക് ഇന്ന് സൂര്യാഘാതമേറ്റു. 5 അൾട്രാ വയലറ്റ് വികിരണ മുന്നറിയിപ്പ്. വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. രാജ്യത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. വെള്ളിയാഴ്ച ഉപയോഗിച്ചത് 252 ജിഗാവാട്ട് വൈദ്യുതി. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഡോക്ടർ MK റാം. നീക്കം തലശ്ശേരി ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ റാമിനായി തിരച്ചിൽ ശക്തമാക്കി പോലീസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെ വെടിപൊട്ടി. അക്രമി പിടിയിൽ. സംഭവം വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹാളിൽ നടന്ന ചടങ്ങിനിടെ. ഇസ്ലാമാബാദ് സമാധാന ചർച്ച മുടങ്ങിയതിൽ പ്രതികരണവുമായി നേതാക്കൾ. ഭീഷണിയിലോ സമ്മർദ്ദത്തിലോ ചർച്ചയ്ക്ക് വഴങ്ങില്ലെന്ന് ഇറാൻ. ചർച്ച വേണ്ടെന്ന് വെച്ചത് ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറാകാത്തതുകൊണ്ടെന്ന് ട്രംപ്. പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റ് രഘുറായ് അന്തരിച്ചു. അന്ത്യം ഡൽഹിയിലെ വസതിയിൽ. വിടവാങ്ങിയത് ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതി. ഭോപ്പാൽ ദുരന്തത്തിന്റെ ഭീകരത ലോകത്തിന് കാട്ടിക്കൊടുത്ത പ്രതിഭ. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ചെന്നൈ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. 2ാം മത്സരം ലക്നൌവും കൊൽക്കത്തയും തമ്മിൽ.